ഹലോ ഡിയേഴ്സ്, നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്നൊരു പൈൽ റീഡിംഗ് ആണ് ചെയ്യുന്നത്. റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ നോ കോൺടാക്ട് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ തിരികെ വരുമോ എന്നുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഫസ്റ്റ് പൈൽ എന്ന് പറയുന്നത് വൈറ്റ് ആണ്, സെക്കൻഡ് പൈൽ ബ്ലാക്ക് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ട് കളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിലാരും ഒരു ഡിസിഷൻ എടുക്കാതിരിക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ടാരോട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ആദ്യത്തെ പൈലായ വൈറ്റാണ് നമ്മളിപ്പം ചെക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി ഫസ്റ്റ് ചെക്ക് ചെയ്യാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ തിരികെ വരുമോ? നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് എനർജി നോക്കുന്ന സമയത്ത് 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. ത്രീ ഓഫ് കപ്സ്. അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ നോക്കുന്നത്. ദി മൂൺ. Knight of Pentacles, Ace of Wands, Four of Swords, Knight of Wands, Ten of Wands. ഇവിടെ ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്തവരുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു ചീറ്റിംഗ് എനർജി കാണാൻ സാധിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്തവരുടെ പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയ ഒരു പേഴ്സണായിട്ടാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഒരുപാട് രഹസ്യങ്ങൾ ഉള്ളതായിട്ട് കാണുന്നു. എന്തായാലും ഈ ഒരു വ്യക്തി നിങ്ങളോട് ലോയൽ അല്ല എന്നുള്ള ഒരു എനർജിയാണ് എനിക്കിവിടെ കിട്ടുന്നത്. അതായത് നിങ്ങളറിയാത്ത ഒരുപാട് രഹസ്യങ്ങൾ ഈ ഒരു വ്യക്തി സൂക്ഷിക്കുന്നുണ്ട്. കാരണം നിങ്ങളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ടാവില്ല. ഈ ഒരു റിലേഷൻഷിപ്പിൽ തുറന്നു പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ദിവസം നിങ്ങളെ വേണ്ടാന്ന് വെച്ച് കടന്നു പോയ ഒരു വ്യക്തിയായിരിക്കാം ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്. അത് മറ്റൊരു വ്യക്തിക്ക് വേണ്ടി എന്നുള്ളതാണ് കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി കിട്ടിയിരിക്കുന്നത്. അതായത് ഈ ഒരു വ്യക്തി കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു വ്യക്തിയുടെ സെൽഫ് ഗ്രോത്തിലാണ്. അതായത് കരിയർ സെറ്റാക്കണം, പണം ഉണ്ടാക്കണം എന്നൊക്കെയുള്ളൊരു ചിന്തയാണ്. അല്ലെങ്കിൽ പഠിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എനിക്ക് പഠിച്ച് ജോലി നേടണം എന്നൊക്കെയുള്ള ഒരു മെൻറ്റാലിറ്റിയാണ്. വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സണായിട്ടാണ് കാണുന്നത്. അത് സ്വന്തം ഗ്രോത്തിന് വേണ്ടിയിട്ട് കേട്ടോ. സ്വന്തം ഗ്രോത്തിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സണെയാണ് കാണുന്നത്. അത് കാരണം മറ്റുള്ള കാര്യത്തിൽ ഫോക്കസ് ചെയ്യാനായിട്ട് ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ കഴിയുന്നില്ല. ആ ഒരു എനർജിയാണ്. അതുപോലെ തന്നെ 3 ഓഫ് കപ്സ് ആണ് അവരുടെ കറണ്ട് സിറ്റുവേഷൻ. ഈ ഒരു വ്യക്തി മറ്റ് പല സന്തോഷങ്ങൾക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. അതായത് ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ്, സെലിബ്രേഷൻ, അതിലൊക്കെയാണ് കൂടുതലും സന്തോഷം കണ്ടെത്തുന്നത്. മേ ബി ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ഒരു അടിച്ചുപൊളിച്ചുള്ള ആ ഒരു ലൈഫാണ് ഈ ഒരു പേഴ്സൺ ഒരുപാട് സന്തോഷം കൊടുക്കുന്നത്. അപ്പം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഈ ഒരു പേഴ്സൺ ഒരുപാട് ഫ്രണ്ട്സ് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അതായത് ഫ്രണ്ട്സിൻ്റെ വാക്കുകൾ കേൾക്കുക, ഫ്രണ്ട്സിൻ്റെ ഉപദേശങ്ങൾ കേൾക്കുക, ഫ്രണ്ട്സ് പറയുന്നത് പോലെ ഈ ഒരു റിലേഷൻഷിപ്പിൽ പ്രവർത്തിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ ഒരു പേഴ്സൺ ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പം നിങ്ങൾ കൂടുതൽ ഇടപെടുന്നതോ അല്ലെങ്കിൽ ആ ഒരു പേഴ്സണ് ഗൈഡൻസ് കൊടുക്കുന്നതോ ഒന്നും ഈ ഒരു പേഴ്സൺ ഇഷ്ടമുണ്ടായിരിക്കുകയില്ല. കൂടുതലും ഫ്രണ്ട്സിൻ്റെ ഇൻഫ്ലുവൻസ് ആണ് ഇവിടെ കൂടുതലും കാണാനായിട്ട് കഴിയുന്നത്. ജീവിതം അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഒരു ടൈപ്പ് പേഴ്സണാലിറ്റിയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കാണുന്നത്. ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥയാണ്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു പേഴ്സൺ ഭയപ്പെടുന്നു. മേ ബി തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കാം. അപ്പം ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിയിലുള്ളൊരു ആശങ്കയുള്ളതായിട്ട് കാണുന്നു. അപ്പം ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്ന ഒരു എനർജിയാണ്.
നിങ്ങളറിയാത്ത ഒരുപാട് രഹസ്യങ്ങൾ ഈ ഒരു വ്യക്തിയുടെ ലൈഫിലുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുമോ എന്നുള്ള ചോദ്യത്തിന് ഈ ഒരു പേഴ്സൺ തിരികെ വരാനായിട്ടുള്ള ചാൻസ് ഇവിടെ കാണുന്നു. പക്ഷേ അത് വളരെയധികം സ്ലോ ആയിട്ടുള്ള ഒരു എനർജിയാണ്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. ആൾ വരും, പക്ഷേ തൊട്ടടുത്ത് തന്നെ ഏസ് ഓഫ് ഹാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. അതൊരു അട്രാക്ഷൻ്റെ പേരിൽ, അതായത് ഒരു സ്പാർക്കിൻ്റെ പേരിൽ ആ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഇടയിൽ, അതായത് കൂടുതൽ ഇമോഷണൽ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റിനേക്കാളും ഉപരി നിങ്ങൾ തമ്മിലൊരു ഫിസിക്കൽ അട്രാക്ഷൻ ആയിരിക്കാം കൂടുതലുള്ളത്. അപ്പം അങ്ങനെ അതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പേഴ്സണായിട്ടാണ് കാണുന്നത്. അതായത് ഫിസിക്കൽ അട്രാക്ഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പേഴ്സണായിട്ടാണ് കാണുന്നത്. അപ്പം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ലോയൽ അല്ല, പക്ഷേ ആ ഒരു വ്യക്തിയുടേതായിട്ടുള്ള കാര്യത്തിനായിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കാം ഫ്യൂച്ചറിൽ. പക്ഷേ അതൊരിക്കലും സ്റ്റേബിളായിട്ടുള്ള ഒരു എനർജി ആയിരിക്കുകയില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ ഒരു പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ കൺട്രോളായി നിൽക്കുന്ന എനർജിയാണ്. മറ്റു പല വ്യക്തികൾ ഈ ഒരു പേഴ്സണെ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കാം എന്തിനും. അപ്പം നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു പേഴ്സൺ ഒരു ആക്ഷൻ എടുക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളോട് വളരെയധികം പാഷനേറ്റ് ആയിട്ടുള്ള ഇഷ്ടമുണ്ട് എന്നുള്ളത് കാണാനായിട്ട് കഴിയുന്നു. കാരണം നിങ്ങളുടെ ആ ഒരു ബ്യൂട്ടി ആയിരിക്കാം, നിങ്ങളുടെ ആ ഒരു ഫിസിക്കലായിട്ടുള്ള അപ്പിയറൻസ് ആയിരിക്കാം ഈ ഒരു പേഴ്സണെ ഒരുപാട് ആകർഷിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷേ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുമ്പോൾ ഈ ഒരു പേഴ്സൺ ഒരു ഇമ്പൾസീവായിട്ടുള്ള എനർജിയാണ്. അതായത് ഒരു ഓൺ ആൻഡ് ഓഫ് പോലെ, അതായത് വന്നും പോയി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. അതായത് ഈ ഒരു പേഴ്സൻ്റെ ആവശ്യത്തിനായിട്ട് വരിക, അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേനും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെച്ചിട്ട് ഈ ഒരു പേഴ്സൺ പോകുന്നതാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇവിടെ ഒരു ഫിസിക്കൽ ബ്യൂട്ടി കണ്ടിട്ട് ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത് കേട്ടോ. അപ്പം എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു പേഴ്സൺ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ളതായിട്ട് കാണുന്നു. മേ ബി എന്തെങ്കിലും തരത്തിൽ ഫാമിലിയോട് ചെയ്ത് തീർക്കേണ്ടതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ആയിരിക്കാം. അല്ലെങ്കിൽ കരിയറിലൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന പേഴ്സൺ ആയതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ കഴിയുകയില്ല. അപ്പം ഒരുപാട് സ്ട്രെസ്സും ബർഡനും ഉണ്ടാക്കുന്നു നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്നുള്ളതാണ് കാണുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു പേഴ്സൺ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു എനർജിയാണ്. പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് തിരികെ വരും, പക്ഷേ അതൊരിക്കലും സ്റ്റേബിൾ ആയിരിക്കുകയില്ല. ലോങ് ടേമിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നിലനിൽക്കുകയില്ല. ഇവിടെ ഒരു ചീറ്റിംഗ് എനർജിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയല്ല ഈ ഒരു പേഴ്സൻ്റെ ആ ഒരു സ്വഭാവം എന്ന് പറയുന്നത് വളരെയധികം ഇമ്പൾസീവാണ്. അപ്പം അടിക്കടി സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരിക്കലും ഉറച്ച തീരുമാനമായിട്ടായിരിക്കില്ല ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് വരുന്നത്. അപ്പം നിങ്ങളെക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് ആ ഒരു വ്യക്തിയുടെ വേണ്ടപ്പെട്ടവർക്ക് തന്നെയാണ് ആ ഒരു വ്യക്തി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് കാണുന്നത്. അത് ഫ്രണ്ട്സ് ആയിരിക്കാം, ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം. അങ്ങനെ ആ ഒരു വ്യക്തി കൂടുതലും സന്തോഷം കണ്ടെത്തുന്നത് അങ്ങനെയുള്ള കാര്യത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ കൂടുതൽ കമ്മിറ്റ്മെൻറ്റോട് കൂടിയിട്ട് നിൽക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ തയ്യാറല്ലാത്ത ഒരു സിറ്റുവേഷനാണ്. ഫ്യൂച്ചറിലാണെങ്കിലും ഈ ഒരു വ്യക്തിയുടെ ആ ഒരു എനർജി എന്ന് പറയുന്നത് വളരെയധികം ഇമ്പൾസീവ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിച്ച ലെവലിലേക്ക് ഈ ഒരു പേഴ്സൺ എത്തുകയില്ല. അപ്പം അതാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പയൽ ചൂസ് ചെയ്തവരുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരും, പക്ഷേ നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വ്യക്തി വന്നാലും ഈ ഒരു വ്യക്തിയെ നിങ്ങൾ നല്ല രീതിയിൽ വിലയിരുത്തുക. അതിനുശേഷം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. കാരണം ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ എനർജി എന്ന് പറയുന്നത് വളരെയധികം ഇമ്പൾസീവാണ്. അപ്പോൾ നിങ്ങളുടെ ഡിസിഷൻ പോലെ ഇരിക്കും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുക വേണ്ടായോ എന്നുള്ളത് കേട്ടോ. ഇനി ബ്ലാക്ക് ചൂസ് ചെയ്തവരുടെ പേഴ്സൻ്റെ എനർജി, പിന്നെ അതുപോലെ തന്നെ അവരുടെ സിറ്റുവേഷൻ, അവർ നിങ്ങളിലേക്ക് വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ എല്ലാം ഒരു ചീറ്റിംഗ് ആണ് കേട്ടോ. എനർജി 7 ഓഫ് സോർട്സ് തന്നെയാണ് അഗൈൻ വന്നിരിക്കുന്നത്. ഈ ഒരു സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തവരുടെ പേഴ്സണിൻ്റെ ലൈഫിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്. സിറ്റുവേഷൻ Queen of Cups, Eight of Cups,
ജഡ്ജ്മെൻറ്റ്, നയൻ ഓഫ് കപ്സ്. ഇവിടെ സെക്കൻഡ് പെയർ ചൂസ് ചെയ്തവരുടെ പേഴ്സൻ്റെ എനർജി നോക്കുന്ന സമയത്ത് നമുക്ക് ആദ്യമേ തന്നെ സെവൻ ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത്. അതായത് ഇവിടെയും ഒരു ചീറ്റിംഗ്, അതായത് നിങ്ങളെ വേണ്ടാന്ന് വെച്ച് വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോയ ഒരു പേഴ്സൺ ആയിരിക്കാം ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെ ഹൈഡ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഒരു വ്യക്തിയായിരിക്കാം. അപ്പം ചിലപ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരാതെ ആയിരിക്കാം ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുള്ളത്. അപ്പം എന്തായാലും ഇവിടെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി ആയിരിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഈ ഒരു വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് കടന്നു പോയൊരു പേഴ്സണായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ചോദിച്ച ചോദ്യം, അതായത് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ തിരികെ വരുമോ എന്നുള്ള ചോദ്യത്തിന് ആൻസർ എസ് എന്നാണ് എനിക്ക് കാണുന്നത്. കാരണം ഇവിടെ ഒരു ജഡ്ജ്മെൻറ്റ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു ജഡ്ജ്മെൻറ്റ് ഉണ്ടാവുന്നതാണ്. കാരണം ഈ ഒരു പേഴ്സൺ എല്ലാ തിരിച്ചറിവുകളും വരുന്നതാണ്. അതായത് ചെയ്ത തെറ്റുകളെ പറ്റിയിട്ട് നല്ല രീതിയിൽ, അതായത് യൂണിവേഴ്സ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു അവസരം ഇവിടെ ഉണ്ടാവുന്നതാണ്. അപ്പം എന്തായാലും ഈ ഒരു വ്യക്തിയുടെ ലൈഫിലും ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റിയും ഇല്ലാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ചിലപ്പോൾ ഒരുപാട് ഫ്രീഡം ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. അതായത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ അത്രയും ഫ്രീഡം ഈ ഒരു പേഴ്സണ് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനേക്കാളും കൂടുതൽ ഫ്രീഡം ആഗ്രഹിച്ച് വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോയ ഒരു പേഴ്സണുമായിരിക്കാം. അപ്പം എന്തായാലും ആ ഒരു വ്യക്തി അതായത് വരുന്ന കാര്യത്തെ പറ്റിയിട്ടൊന്നും ചിന്തിക്കാതെ അപ്പോഴുള്ള സന്തോഷത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു പേഴ്സണായിട്ടാണ് കാണുന്നത്. അതായത് അതിൻ്റെ ഒരു സിറ്റുവേഷനിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ വരാഴികളൊക്കെ ചിന്തിച്ച് പ്രവർത്തിക്കാത്ത ഒരു പേഴ്സണാണ്. വരുന്ന കാര്യം വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിലായിരിക്കാം ഈ ഒരു പേഴ്സൺ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ എനർജി നോക്കുന്ന സമയത്ത് നിങ്ങൾ ഇമോഷണലി ഒട്ടും ബാലൻസ്ഡ് അല്ല എന്നുള്ളതാണ് എനിക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിരിക്കാം നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് ഓർത്തിട്ട്. അപ്പം നിങ്ങൾ ആ ഒരു വ്യക്തിയെ കാത്തിരിക്കുന്ന ഒരു എനർജിയാണ് എനിക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയപ്പോൾ നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ കാല് വരെ നിങ്ങൾ പിടിച്ച സിറ്റുവേഷനും ഉണ്ടായിരിക്കാം. പക്ഷെ അന്നൊന്നും ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് വാല്യൂ തരാതെ പോയൊരു വ്യക്തിയായിട്ട് തന്നെയാണ് എനിക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാം നഷ്ടപ്പെട്ട രീതിയിൽ അന്ന് നിന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇവിടെ നിങ്ങളുടെ ആ ഒരു വേദനയ്ക്ക് ഇവിടെ ഒരു ജഡ്ജ്മെൻറ്റ് ഉണ്ടാവുന്നു. അപ്പം ആ ഒരു വ്യക്തി എല്ലാം തെറ്റുകളും മനസ്സിലാക്കി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു എനർജിയാണ്. പക്ഷെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. ആ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അത് എല്ലാം യൂണിവേഴ്സിൻ്റെ പ്ലാനിങ് ആണ്. അപ്പം എന്തായാലും ഈ ഒരു വ്യക്തി ഇപ്പോഴത്തെ എനർജിയിൽ നമ്മളെടുത്ത സെവൻ ഓഫ് സോർട്സ് തന്നെയാണ്. ഇപ്പോഴും ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. അപ്പം എന്തായാലും ഈ ഒരു പേഴ്സൺ എല്ലാം തിരിച്ചറിയുന്ന ഒരു നിമിഷം ഉണ്ടാവും. നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയ പേഴ്സൺ ആണെന്നെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് ആ ഒരു പേഴ്സണ് കർമ്മ അനുഭവിച്ചിട്ടായിരിക്കാം തിരിച്ചു വരുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ആ ഒരു കർമ്മ അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്നുള്ളതാണ് കാണുന്നത്. അല്ലെ ആ കർമ്മ കിട്ടിക്കൊണ്ടിരിക്കുന്നു. കാരണം ആ ഒരു വ്യക്തി നിങ്ങളോട് ചെയ്തതിൻ്റെ കർമ്മ ആ ഒരു വ്യക്തിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം അത് അവസാനിച്ചിട്ടായിരിക്കാം നിങ്ങളിലേക്ക് വരുന്നത്. എന്തായാലും നിങ്ങളുടെ ആഗ്രഹം പൂർത്തിയാകും. നിങ്ങളുടെ വിഷ് പൂർത്തിയാവും. 9 ഓഫ് കപ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വിഷ് കാർഡാണ്. അപ്പം എന്തായാലും നിങ്ങളുടെ ആഗ്രഹം, നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ്? ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരണം എന്നുള്ളത്. കാരണം നിങ്ങളുടെ ഫാമിലി ആയിരിക്കാം ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പം അത്ര പെട്ടെന്നൊന്നും മുറിച്ചു മാറ്റാൻ പറ്റുന്ന ഒരു ബന്ധമല്ലല്ലോ ഫാമിലി ലൈഫ് എന്ന് പറയുന്നത്. അപ്പം എന്തായാലും ഈ ഒരു വ്യക്തിയെ കാത്തിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങൾക്ക് അത്രയേറെ സങ്കടമുണ്ട് എന്നുള്ളത് കാണുന്നു. മേ ബി നിങ്ങളെ കേൾക്കാൻ പോലും ആരും ഇല്ലാത്ത ഒരു അവസ്ഥയായിരിക്കാം ഇപ്പോഴുള്ളത്. അപ്പം എന്തായാലും നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ടതില്ല. ഈ ഒരു വ്യക്തി എല്ലാം മനസ്സിലാക്കി തിരിച്ചു വരുന്നതാണ്. നിങ്ങൾ വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പം എന്തായാലും ആദ്യത്തെ പൈൽ ചൂസ് ചെയ്തവരുടെ പേഴ്സൺ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പൾസീവായിട്ടുള്ള പേഴ്സണാണ്. അതായത് അവരുടെ ലൈഫിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം അവർ വളരെയധികം ഇമ്പൾസീവാണ്. അതായത് മറ്റുള്ള റിലേഷൻഷിപ്പിലേക്കൊക്കെ പെട്ടെന്ന് പോകുന്ന ഒരു പേഴ്സണാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതായത് പുതിയ പുതിയ കാര്യങ്ങളെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു പേഴ്സണാണ്. സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തവരുടെ പേഴ്സണൽ ലൈഫിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിലും അവരെല്ലാം മനസ്സിലാക്കും എന്നുള്ള ഒരു എനർജി എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതായത് അവരുടെ ലൈഫിൽ ചെയ്ത പ്രവൃത്തികളെല്ലാം തിരിച്ചറിയുന്ന ഒരു സമയം അത് അവരുടെ ലൈഫിൽ ഉണ്ടാകും എന്നുള്ളത് കാണാനായിട്ട് കഴിയുന്നു. പക്ഷേ ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്തവരുടെ പേഴ്സൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു എനർജി വന്നിട്ടില്ല. അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരും.
പിന്നെയും ആ ഒരു അട്രാക്ഷൻ്റെ പേരിൽ, നിങ്ങളുടെ ആ ഒരു ഫിസിക്കൽ ബ്യൂട്ടിയുടെ പേരിൽ ചിലപ്പോൾ വന്നെന്നിരിക്കും. പക്ഷേ അതൊരിക്കലും സ്റ്റേബിൾ അല്ല, ടെമ്പററി ആയിരിക്കും. പക്ഷേ ഈ ഒരു പേഴ്സൺ, അതായത് സെക്കൻഡ് പേൽ ചൂസ് ചെയ്തവരുടെ പേഴ്സൺ എന്ന് പറയുന്നത് വളരെയധികം എല്ലാം തിരിച്ചറിഞ്ഞ് നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരുന്ന ഒരു എനർജിയാണ്. അപ്പോൾ എല്ലാം തിരിച്ചറിഞ്ഞ് വരുമെന്ന് പറയുന്നത് അത് വളരെയധികം കമ്മിറ്റ്മെൻറ്റോട് കൂടിയിട്ടായിരിക്കുമല്ലേ. അപ്പം ആ ഒരു എനർജി ആയിരുന്നു കേട്ടോ. അപ്പം എന്തായാലും ഈ ഒരു വ്യക്തി തിരിച്ചു വരുന്നതാണ്.